ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ എല്ലാവരുടെയും വീട്ടുപറമ്പിൽ കാണുന്ന ഒന്നാണ് ബദാം മരം. ഇതിൻ്റെ ഇലകൾ പഴുത്ത് വീഴുമ്പോൾ നമ്മൾ കൂട്ടിയിട്ട് കത്തിക്കാറാണ് പതിവല്ലേ. എന്നാൽ ഈ ഇലകൾ വെറും ഒരു വേസ്റ്റ് അല്ല, ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു നിധിയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ വീഡിയോയിൽ ബദാം ഇലയുടെ ചില അത്ഭുത ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഞാൻ ഒന്നാമതായിട്ട് പറയാൻ പോകുന്നത് ചർമ്മരോഗങ്ങൾക്കാണ്. ബദാം ഇലയിൽ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇല അരച്ച് പുരട്ടുന്നത് ചൊറിച്ചിൽ, ചിരങ്ങ്, മറ്റ് ചർമ്മരോഗങ്ങൾ എന്നിവ കുറയ്ക്കാൻ സഹായിക്കും. ഇലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ചർമ്മത്തിലെ അണുബാധകൾ മാറാൻ നല്ലതാണ്. ഇനി രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത്, നമുക്ക് മുറിവുകളോ ചതവുകളോ ഉള്ള ഭാഗത്ത് ബദാം ഇല ചതച്ച് വയ്ക്കുന്നത് രക്തസ്രാവം കുറയ്ക്കാനും മുറിവ് വേഗത്തിൽ ഉണങ്ങാനും സഹായിക്കുന്നതാണ്. 3. പ്രമേഹ നിയന്ത്രണം. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ബദാം ഇലയുടെ നീര് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്നാണ്. പിന്നെ നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ്. വയറുവേദന, അതിസാരം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ ഈ ഇലയിട്ട് തിളപ്പിച്ച ചായ കുടിക്കുന്നത് ഗുണകരമാണെന്ന് പറയപ്പെടുന്നു. പിന്നെ അക്വേറിയങ്ങളൊക്കെ വളർത്തുന്നവർക്ക് ഈ ഇല പരിചിതമായിരിക്കും. വെള്ളത്തിലെ pH നില ക്രമീകരിക്കാനും മത്സ്യങ്ങളുടെ പ്രതിരോധശേഷി കൂട്ടാനും ഉണങ്ങിയ ബദാം ഇലകൾ വളരെ നല്ലതാണ്. ആമസോണിലെ സൈറ്റിലൊക്കെ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബദാമിൻ്റെ ഇല 1 കിലോയ്ക്ക് 2000 രൂപ വരെ ഉണ്ടെന്നാണ്. 6. സന്ധിവാതമാണ്. സന്ധിവാതത്തിന് ഈ ഇല ചൂടാക്കി സന്ധികളിൽ വയ്ക്കുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള അലർജി ഉള്ളവർ ഇത് ചർമ്മത്തിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ഭാഗത്ത് പരീക്ഷിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഇനി മുതൽ ബദാം ഇല കാണുമ്പോൾ വെറുതെ കളയരുത്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.